all, welcome to I Plus. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് കേറ്റഡ് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും ഒക്കെ കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പെഡഗോജി സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Dash is a way of estimating or guessing beyond the fact. അപ്പോൾ നോക്കിക്കേ, വേ ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഗസ്സിങ് ബിയോണ്ട് ദ ഫാക്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗസ് ചെയ്യുക, ഫാക്ടിന് അപ്പുറമായിട്ട് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുക ഗസ് ചെയ്യുക ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? എക്സ്പ്ലനേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്, എക്സ്ട്രാപോളേഷൻ. അപ്പോൾ ഒരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അപ്പോൾ എന്താണ് നമ്മൾ കുറച്ചും കൂടെ വിവരിച്ച് പറയുക, അതല്ല. അനാലിസിസ്, ഒരു കാര്യത്തിൽ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അനാലിസിസ് അല്ല. ഇൻഫറൻസ്, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പുറത്ത് ഫൈനലൈസ് ചെയ്ത് നമ്മൾ പറയുക, അതുമല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക? എക്സ്ട്രാപോളേഷൻ ആണ്. എക്സ്ട്രാപോളേഷൻ ആണ്. ഇറ്റ്സ് എ വേ ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഗസ്സിംഗ് ബിയോണ്ട് ദ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ഇംഗ്ലീഷ് പെഡഗോജി എന്ന് പറയുമ്പം ഇതിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. റീസെൻ്റ് ആയിട്ട് ചോദിച്ചു ഇംഗ്ലീഷ് പെഡഗോജി സെക്ഷനിൽ റീസെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, എ ലാംഗ്വേജ് ടീച്ചർ മസ്റ്റ് പ്രൊമോട്ട് ലേണേഴ്സ് ഫോർ ഫ്രീ റൈറ്റിംഗ് ആസ് ദ കീ ബെനിഫിറ്റ് ഓഫ് ഫ്രീ റൈറ്റിംഗ് ഈസ് ദാറ്റ്. ലാംഗ്വേജ് ടീച്ചർ തീർച്ചയായിട്ടും കുട്ടികളെ എന്ത് ചെയ്യണം? ഫ്രീ റൈറ്റിംഗ് പ്രൊമോട്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇറ്റ് എൻകറേജ് ലേണേഴ്സ് ടു റൈറ്റ് ഫ്ലുവൻ്റ്ലി ആൻഡ് ക്രിയേറ്റീവ്ലി. ഇറ്റ് ഗീവ്സ് എ ഫ്രീഡം ടു റൈറ്റ് ഓർ നോട്ട്. It does not make them feel that they have to write much or be totally accurate. Can incorporate features of written language from their first language. അപ്പോൾ നോക്കിക്കുകയും ഈ ഒരു ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് മനസ്സിലാക്കുക, ഹിഡൻ റൈറ്റിംഗ് ആണെങ്കിൽ ടീച്ചർ പറയുന്നതനുസരിച്ചായിരിക്കും കുട്ടി എഴുതി പോകും. ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്താണ്? ഇറ്റ് എൻകറേജ് ടു റൈറ്റ് ഫ്ലുവൻ്റ്ലി ആൻഡ് ക്രിയേറ്റീവ്ലി. അവർക്ക് അവരുടെ രീതിയിൽ എന്താണ് ഒരു കാര്യത്തെ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റിനെ കൺവേ ചെയ്യാനും ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് ആ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനുമായിട്ടാണ് എന്ത് സഹായിക്കുക? ഫ്രീ റൈറ്റിംഗ് സഹായിക്കാം. ഗിവ് ദ ഫ്രീഡം ടു റൈറ്റ് ഓർ നോട്ടും ഒരിക്കലും എന്താണ് ഒന്നും ശരിയായിട്ട് വരത്തില്ല. അവരെന്താണ് ഓർബിറ്റോ ഡസ് നോട്ട് മേക്ക് ദം ഫീൽ ദാറ്റ് ദേ ഹാവ് ടു റൈറ്റ് മച്ച് ഓർ ബി ടോട്ടലി ആക്യുറേറ്റും. അതേപോലെ എന്താണ് ഇൻകോർപ്പറേറ്റ് ഫീച്ചേഴ്സ് ഓഫ് റിട്ടൺ ലാംഗ്വേജ് ഫ്രം ദ ഫസ്റ്റ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരിക്കലും ആപ്റ്റായിട്ട് വരുന്ന ആൻസേഴ്സ് അല്ല. അടുത്ത ചോദ്യം, ആസ് എ ടീച്ചർ ഓഫ് ക്ലാസ് 5 you ask the students to read the text thoroughly, then you ask them to answer the questions with reference to the context. In this process you are encouraging students for dash. അപ്പോൾ നോക്കി 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് അതിനെ എന്ത് ചെയ്യാൻ പറയുകയാണ്? റീഡ് ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റിനെയാണ് RTC എന്ന് പറയുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ എൻകറേജ് ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റെൻസീവ് റീഡിങ്, സ്കാനിങ്, സ്കിമ്മിങ്, ഇൻറ്റൻസീവ് റീഡിങ്. അപ്പോൾ നോക്കിക്കേ, ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് പഠിച്ച കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അത് എന്ത് തരം വായനയാണത്? ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റീഡിങ് ഫോർ പ്ലഷർ എന്നൊക്കെ പറയും. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് എക്സ്ട്രാ ആയിട്ട് അറിയണം, അവിടെ നമ്മൾ എക്സ്ട്രാ വായിക്കുന്നതിനെയാണ് എന്തും അവിടെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുക. ദെൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, സ്കിം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഓവറോൾ ആയിട്ടുള്ള ഐഡിയ കിട്ടാനായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ വായിച്ച് പോവുക. ദെൻ സ്കാനിങ്, സ്കാനിങ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഒരു ഐഡിയ കണ്ടെത്താനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കും. അപ്പോൾ അത് എക്സാമ്പിൾ വെച്ച് സ്ഥിരം പറയാനുള്ള എക്സാമ്പിളാണ്. നമുക്ക് മുമ്പിൽ ഒരു റെസ്റ്റോറൻറ്റിലെ മെനു കിട്ടുന്നു, അപ്പം നമ്മൾ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ജനറലായിട്ട് നോക്കി വായിക്കുകയാണെങ്കിൽ അതെന്താണ്? സ്കിമ്മിങ് ആണ്. ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപയാണ് എന്ന് നമ്മൾ തപ്പി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ആ കോളം എടുത്തു ആ ചിക്കൻ നോക്കി, ചിക്കൻ ബിരിയാണി നോക്കി അതിൽ എത്ര രൂപ എന്ന് നോക്കുമ്പോൾ ആ 150 റുപ്പീസ് അല്ലെങ്കിൽ 200 റുപ്പീസ് നമ്മൾ കണ്ടെത്തി വായിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മളത് സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കേഴ്സ് ഓൺലി വെൻ ദ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ് ലാംഗ്വേജ് ലേണിംഗും ലാംഗ്വേജ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുമ്പം ചൈൽഡ് ഇസ് ടോട്ട് ദ റൂൾ ഓഫ് ഗ്രാമർ, ചൈൽഡ് ഇസ് ഗിവൺ പ്രാക്ടീസ് ഇൻ ട്രാൻസ്ലേഷൻ, ചൈൽഡ് ഇസ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു റീഡ്, ചൈൽഡ് ഹാസ് എക്സ്പോഷർ ടു ദ ലാംഗ്വേജ്. ലാംഗ്വേജ് അക്വിസിഷൻ നടക്കണമെങ്കിൽ റൂൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ, ട്രാൻസ്ലേഷൻ പ്രാക്ടീസ് ചെയ്യിക്കുകയാണോ, വായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണോ? മൂന്നും ശരിയല്ല. കറക്റ്റ് ആൻസർ എന്താണ്? ഷുഡ് ഗിവ്
എക്സ്പോഷർ ടു ലാംഗ്വേജ്, ആ ഒരു ലാംഗ്വേജിൽ ഒരു എക്സ്പോഷർ കിട്ടണം, ലാംഗ്വേജ് കുട്ടി കേൾക്കണം, അൺകോൺഷ്യസ് ആയിട്ടും സബ് കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യണം, ആ കാര്യം പഠിക്കണം അല്ലേ, അവിടെ പഠിക്കണം. എനിക്കിത് എന്താണ് കോൺഷ്യസ് ആയിട്ട് എനിക്കിത് പഠിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ലാംഗ്വേജ് അക്വിസിഷൻ അല്ല, ലാംഗ്വേജ് ലേണിംഗ് ആണ്. നമ്മൾ നമ്മുടെ മാതൃഭാഷ മലയാളം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ആരെങ്കിലും വന്ന് നമുക്ക് റൂൾസ് പറഞ്ഞു തന്ന് പഠിപ്പിച്ചോ? ഇല്ല. നമുക്ക് എക്സ്പോഷർ കിട്ടി, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു, നമുക്ക് എക്സ്പോഷർ കിട്ടി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പർട്ടിക്കുലർ ലാംഗ്വേജിനെ നമ്മൾ അക്വയർ ചെയ്തത്. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ occurs only when the child has exposure to the language. അവസാനത്തെ ചോദ്യം ഇതാണ്. എക്സ്ക്ലൂഡിങ് മദർ ടങ് ഇൻ ദ ക്ലാസ് റൂം ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ഡാഷ് മെത്തഡ്. സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് എന്ത്, ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ് അപ്രോച്ചസും സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഉത്തരം കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം നോക്കാം, ക്ലാസ് റൂമിൽ നമ്മൾ മദർ ടങ് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണെങ്കിൽ അത് എന്ത് തരം മെത്തേഡാണ്? നാച്ചുറൽ, ബൈലിംഗ്വൽ, ഓഡിയോലിംഗ്വൽ, ഡയറക്റ്റ്. അപ്പം നോക്കിക്കേ, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളത്തിൽ നമ്മൾ കുട്ടിയെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അവിടെ മലയാള ഭാഷയുടെ സഹായമില്ലാതെ, മലയാളത്തിൽ വാക്കുകൾ ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട്, ആ പദത്തിൽ തന്നെ ഉണ്ടല്ലേ, ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ലാംഗ്വേജിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? അപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കാണുമല്ലോ. എന്താണ്? ഡയറക്റ്റ് അപ്രോച്ച് ആണല്ലേ. ഡയറക്റ്റ് അപ്രോച്ചിൽ അവിടെ നമ്മൾ മദർ ടങ് L1 ഉപയോഗിക്കുന്നില്ല. ടാർഗറ്റ് ലാംഗ്വേജ് TL അല്ലെങ്കിൽ L2 നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്, അതാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ്? നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നതാണ്. ബൈലിംഗ്വൽ എന്ന് പറയുമ്പോൾ 2 ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓഡിയോ ലിംഗ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എന്താണ്, ഈ ഓഡിയോസ് കേൾപ്പിച്ചുകൊണ്ട് ആ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അപ്രോച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഡയറക്റ്റ് അപ്രോച്ചിലാണ് ദ യൂസേജ് ഓഫ് മദർ ടങ് എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. എത്ര എണ്ണത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.